ഇപ്പോൾ ഒരാളിനെ കാണാൻ വന്നു. അച്ഛനാണ് എൻ്റെ ജീവിതം രക്ഷിച്ചതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താണ്? അല്ല, അച്ഛന് അന്ന് ധ്യാനിപ്പിക്കാൻ വന്നപ്പോഴേ അച്ഛനിങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാനിങ്ങനെ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി അരൂര് പോയി വെള്ളത്തിൽ ചാടാൻ നിൽക്കുകയായിരുന്നു. അച്ഛൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മിന്നൽ പോലെ എനിക്ക് തോന്നി, എന്തോ ഒരു ഫ്ലാഷ് എൻ്റെ മേലെ അടിക്കണമെന്ന് തോന്നി. അപ്പോൾ എനിക്കൊരു ദൈവികത തോന്നിയിട്ട് ഞാൻ നേരെ ധ്യാനപ്പാട്ടിലോട്ട് പോയി. പക്ഷേ 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വിളിച്ചു പറഞ്ഞു, ഇന്ന ആൾ ആത്മഹത്യ നിൽക്കുന്നുണ്ട്, അയാളെ ഭാര്യ തിരിച്ചു വരും, കർത്താവ് സ്വീകരിക്കാൻ ആഗ്രഹപ്പെടും. അച്ഛൻ പറഞ്ഞ പോലെ ഞാൻ ഉടനെ അവൾ തിരിച്ചു വന്നുവെച്ചാൽ ഞാൻ ആ വചനപ്രകാരം സ്വീകരിച്ചെന്നാണ്. ആ കണ്ടവൻ്റെ പുറകെ പോയെങ്കിലും ആ ഭാര്യ തിരിച്ചു വന്നപ്പോൾ എന്ത് വകുപ്പിലാണ് സ്വീകരിക്കുന്നത്? അത് കർത്താവ് കൺവെൻഷനിൽ വെച്ച് നേരിട്ട് സംസാരിച്ച കൊണ്ട് ദൈവത്തിൻ്റെ വാക്ക് കേട്ട് സ്വീകരിച്ചതാണ്. ഒരു കുടുംബ ജീവിതത്തിൽ എന്തെല്ലാം കാലാവസ്ഥ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് മനസ്സിലാകേണ്ടത് ഉണ്ണീശോനെ, മാതാവിനെ, ഔസേപ്പിതാവിനെയൊക്കെ ദൈവം ഇങ്ങനെ മാതൃകയായിട്ട് വെച്ചിരിക്കുകയാണ്. ഓരോരോ കാര്യങ്ങളുണ്ടാകുമ്പോൾ മാതാവ് എന്ത് ചെയ്തു, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഔസേപ്പിതാവ് എന്ത് ചെയ്തു, ഒരു കാര്യം ഉണ്ടാകുമ്പോൾ ഉണ്ണീശോ എന്ത് ചെയ്തു എന്ന് ചിന്തിച്ചാൽ നമ്മുടെ കുടുംബം കറക്റ്റായും. ജീവിതത്തിൽ പല സമയങ്ങളുണ്ടാകത്തില്ലേ? അത് നമ്മുടെ 2 തീമോത്തി 4:2 എടുത്ത് വചനം പ്രസംഗിക്കുക. വചനം പ്രസംഗിക്കുക. സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും അതാ. അപ്പോൾ അത് 2 തീമോത്തി 2:4 എന്താണ്? വചനം പ്രസംഗിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അർത്ഥം എന്താണ്? വചനം പാലിക്കുക. അതുതന്നെ പ്രസംഗിക്കുമ്പോൾ ആളല്ലേ, പ്രാസംഗികയില്ലാതെ എങ്ങനെയാണ് വചനം നമുക്ക് അറിവ് കിട്ടണം? പ്രാസംഗികനില്ലാതെ എങ്ങനെ വിശ്വസിക്കും? റോമ 10:14 വചനം എടുത്തേ. എന്നാൽ തങ്ങൾ വിശ്വസിച്ചിട്ടില്ലാത്ത ഒരുവനെ അവർ എങ്ങനെ വിളിച്ചപേക്ഷിക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനെ എങ്ങനെ വിശ്വസിക്കും? പ്രാസംഗികനില്ലാതെ എങ്ങനെ കേൾക്കും? ഇപ്പം എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് കേൾക്കണമെങ്കിൽ പ്രാസംഗികനുണ്ടാകണ്ടേ. പക്ഷെ പ്രാസംഗികൻ എന്ത് ചെയ്യണം? പ്രാസംഗികൻ വചനം, അത് 2 തീമോത്തി 4:2 പറഞ്ഞ വചനം പ്രഘോഷിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും. അതിൻ്റെ അർത്ഥം എന്താണ്? വചനം പാലിക്കുക, സാഹചര്യം അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും എന്നാണ്. അതാണ് എൻ്റെ അർത്ഥം. വചനം പ്രഘോഷിക്കുക. ഇപ്പോൾ ഔസേപ്പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഔസേപ്പിതാവിൻ്റെ ഏറ്റവും വലിയ വിജയം അതാണ്. വചനം പാലിച്ചു. എന്താണ്? സാഹചര്യം അനുകൂലമല്ലായിരുന്നു, പ്രതികൂലമായിരുന്നു. നമ്മളിപ്പോൾ ഡൈവേഴ്സ് ചെയ്യണതിൻ്റെ കാര്യം എന്താണ്? ജീവിത സാഹചര്യം അനുകൂലമാണ്, ജീവിതത്തിന് ജോലി. ഇപ്പോൾ PR ഇല്ലെന്ന് പറഞ്ഞ് എന്തുമാത്രം ആൾക്കാർ ഡൈവേഴ്സ് ചെയ്തിട്ടുണ്ട്.